എല്ലാവർക്കും നമസ്കാരം. എലമെന്റ്സ് വെൽക്കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കൊന്നും FSSAIയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ FSSAI അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. 2008 സെപ്റ്റംബർ 5 ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഈ ഒരു അംഗീകാരം പ്രൊഡക്റ്റുകൾക്ക് നൽകുന്ന അംഗീകാരം നിലവിൽ വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോഴും ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകം നമ്മളിവിടെ ഭക്ഷണങ്ങളുടെ ഉൽപ്പാദനം, അതിൻ്റെ വിപണനം, അതിൻ്റെ സ്റ്റോറേജ്, ഈ 3 കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളുടെയും ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഇത് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണ ഭക്ഷ്യവസ്തുവായാലും എത്ര തന്നെ ക്വാളിറ്റിയുള്ള ഭക്ഷ്യവസ്തുവായാലും അതിന് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. ഇനി നമുക്ക് എന്താണ് ഈ ആയുഷ് പ്രീമിയം അല്ലെങ്കിൽ ആയുഷ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന അംഗീകാരം എന്ന് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ നിർമ്മാണം എന്നിവയുടെ ക്വാളിറ്റിയിൽ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് 1997 QCI അതായത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മേഖല നമ്മളെ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ ആയുഷിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അവയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് 2014 നവംബർ 4 ഈ പറയുന്ന ആയുഷ് എന്ന് പറയുന്നൊരു മേഖല കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയുഷ് എന്ന് പറയുന്ന ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈ ചികിത്സാ മേഖലയെ കൃത്യമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള അതായത് മെഡിസിനൽ കാറ്റഗറി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് ആയുഷ് എന്ന് പറയുന്നത്. അതായത് 2 തരത്തിലുണ്ട്, ആയുഷ് പ്രീമിയം ഉണ്ട്, ആയുഷ് സ്റ്റാൻഡേർഡും ഉണ്ട്. ഈ ആയുഷ് പ്രീമിയം എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള അംഗീകാരമാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ക്വാളിറ്റി അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോഴും വേറെ സർട്ടിഫിക്കറ്റുകളോ മറ്റോ പ്രത്യേകം കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതാണ് ഈ ഒരു FSSAIയും അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ ഡീറ്റെയിൽസ് വന്ന് ഇതാണ്. ഇപ്പം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് FSSAI ഇല്ലാത്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആയുഷ് പ്രീമിയം നൽകുന്നത് പ്രധാനമായിട്ടും മെഡിസിനൽ കാറ്റഗറിയിൽ പ്രത്യേകം നോട്ട് ചെയ്യുക, മെഡിസിനൽ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഈ ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ FSSAI കിട്ടിയ ഉൽപ്പന്നങ്ങളുണ്ട്. ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ചവനപ്രാഷ് കാറ്റഗറി വരുന്ന ഉൽപ്പന്നങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചവനപ്രാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം മറ്റേത് ഒരു അതായത് അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഉൽപ്പന്നം അല്ലാത്തത് കൊണ്ടാണ് അതിൽ FSSAI എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം കൊടുക്കുന്നത്. അതല്ലാതെ ഇരിക്കുന്നത് നമ്മളെ പ്രൊഡക്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അവയ്ക്ക് ഈ പറയുന്ന FSSAI എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല, അതായത് അത് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. പ്രത്യേക കാരണം എന്താണ്? അത് നമ്മൾ കൺസ്യൂമർ ചെയ്യുന്നതാണെങ്കിലും അത് മെഡിസിനൽ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നമായതുകൊണ്ടാണ് അതിൽ ഈ പറയുന്ന FSSAI എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നൽകാത്തത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലുണ്ട്, നമ്മൾ കേരളത്തിലുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടംകുളത്തി ഏലാദിയുടെ പ്രൊഡക്റ്റുകൾ, അതിൻ്റെ ചെറിയ ലേഹ്യം, അതുപോലെ തന്നെ നമ്മൾ ചുമക്ക് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ലേഹ്യമുണ്ട്, അതിന് ഈ പറയുന്ന ആയുഷ് പ്രീമിയം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന FSSAI എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് കാണത്തില്ല, ആ ഒരു ലോഗോ കാണാൻ പറ്റില്ല. കാരണം അതൊരു ചുമ, ജലദോഷം, കഫക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടിന് കൊടുക്കുന്ന ഉൽപ്പന്നം ആയതുകൊണ്ടാണ് അതിനതില്ലാത്തത്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചവനപ്രാശ് പോലുള്ള ഉൽപ്പന്നങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ആയുഷ് പ്രീമിയം കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? ഈ പറയുന്ന FSSAIയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആര് ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ കണ്ടെത്തിയ റിസർച്ചാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.